കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവെയിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 14 അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് മോശയോട് അരുളി ചെയ്തു, അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം അവർ കാണുകയില്ല. എന്നെ നിന്ദിച്ചവരിൽ ആരും അത് കാണുകയില്ല. എന്നാൽ എൻ്റെ ദാസനായ കാലേബിനെ അവൻ ഉറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവൻ്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. താഴ്വരയിൽ അമലേക്കരും കാനാന്യരും പാർക്കുന്നതുകൊണ്ട് നാളെ ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് നീ പിന്തിരിയുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കോപം അത് മോശയുടെ മാധ്യസ്ഥത്തിന് മുൻപിൽ അല്പം ശമിച്ചുവെങ്കിലും പൂർണ്ണമായിട്ടും അത് വിട്ടുമാറിയിട്ടില്ല. കർത്താവ് പറയുകയാണ്, എന്നെ നിന്ദിച്ച ഒരാൾ പോലും ആ ദേശത്ത് എത്തുകയില്ല. പക്ഷേ വളരെ വ്യത്യസ്തമായി ചിന്തിച്ച, ഈ ദേശം കർത്താവ് നമുക്ക് തരും എന്ന് ഉറപ്പായി വിശ്വസിച്ച കാലേബും അവൻ്റെ കൂടെയുള്ള കാലേബിൻ്റെ കൂടെയുള്ള ജോഷുവായും ആ ദേശത്ത് എത്തിപ്പെടും. എന്നാൽ കാലേബിനെ നയിച്ച ആ ചൈതന്യം വളരെ വ്യത്യസ്തമാണ്. അവനെന്നെ പൂർണ്ണമായി അനുഗമിച്ചു. വ്യത്യസ്തമായ ഒരു ചൈതന്യം സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദൗത്യം. നമുക്ക് ഓരോരുത്തർക്കും ദൈവം വച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നതും അപ്രകാരം വ്യത്യസ്തമായ ഒരു ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ആ ചൈതന്യമാണ് നമ്മെ നയിക്കേണ്ടത്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ജീവിത അനുഭവം നേടിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കർത്തവ്യം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ ഇടപെടുന്നതും ആ മേഖലയിലൂടെയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുമ്പോൾ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കും. കൂട്ടത്തിൽ ചിന്തിക്കുന്നതല്ല, മറിച്ച് ദൈവം നമ്മളെപ്പറ്റി ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ആ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് ക്രമപ്പെടുത്തുവാനായിട്ടും നമുക്ക് സാധിക്കും. നമ്മെ അനുഗമിക്കുന്ന ആ സാന്നിധ്യത്തിന് നമുക്ക് ദൈവത്തിന് പ്രത്യേകിച്ച് നന്ദി പറയാം. കർത്താവിൻ്റെ വലിയ കരുണയാണ് നമ്മെ നയിക്കുന്നത്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നവ വിശ്വസിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഒരു പുതു ചൈതന്യം നമുക്ക് ആവശ്യമുണ്ട്. അതിന് പുതുമയാർന്ന ഒരു ജീവിതം, ഒരു ജീവിതാനുഭവം നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ കാലേബ് പൂർണ്ണമായും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിധേയപ്പെട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മ ചൈതന്യം എത്രയേറെ വിശിഷ്ടമാണ് എന്നാണ് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഉത്തരവാദിത്തം ദൈവത്തിൻ്റെ പദ്ധതികൾ അനുസരിക്കുക, ആ വഴിയെ നടക്കുക എന്നുള്ളതാണ്. ആ വഴിയെ നടക്കാൻ മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കുക. അങ്ങനെ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. ഇവിടെ വലിയൊരു കൂട്ടം ജനം കർത്താവിനെതിരായി തിരിയുകയും ചെയ്തു. കർത്താവിൻ്റെ വഴികളിലൂടെ ചിന്തിച്ചവരെ കല്ലെറിയാൻ പോലും ആ സമൂഹം തയ്യാറെടുത്തു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മോശയോട് കർത്താവ് പറഞ്ഞു, താഴ്വരയിൽ അമലൂക്യരും കാനാന്യരും പാർക്കുന്നത് കൊണ്ട് നാളെ ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ വീണ്ടും മരുഭൂമിയിലേക്ക് പിന്തിരിയുക. കാനാനിൻ്റെ പടിവാതിൽക്കൽ എത്തിയപ്പോഴാണ് കർത്താവ് വീണ്ടും അവരുടെ ദിശ തിരിച്ചുവിടുന്നത്. വന്ന വഴിയിലൂടെ, പ്രത്യേകിച്ച് ചെങ്കടലിന് നേരെ നടന്ന് ഈ മരുഭൂമിയിലൂടെ എല്ലാം ചുറ്റിക്കറങ്ങി ഇപ്പോഴുള്ള ആളുകളെല്ലാം മരിക്കുന്നത് വരെ ദൈവം കാത്തിരിക്കുകയാണ്. എന്നാൽ മാത്രമേ പുതിയൊരു തലമുറയുമായി കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വലിയ ദുരന്തമാണ് ഇസ്രായേൽ ജനം വരുത്തി വെച്ചത് എന്ന് നാം അറിയണം. കർത്താവിൻ്റെ വഴിയിലൂടെ പോകുവാനും ചിന്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്.